എല്ലാവർക്കും എന്നൊക്കെയുണ്ട് വിശേഷം. ഇന്ന് നമ്മളൊരു കാർ കളക്ഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ 159 കാറുണ്ട്. എല്ലാം തീരട്ടെ എന്ന് ആലോചിക്കുന്നു. ഫസ്റ്റത്തെ കാറ് തന്നെ ഇതാട്ടോ. ഇത് എന്തോ ഹോണ്ടയുടെ ഒരു മോഡൽ കാറാണ്. പേര് ഞാൻ മറന്നുപോയി, എനിക്കറിയാം. പക്ഷേ മറന്നു പോയതാ. ഞാൻ എപ്പോഴും വിളിക്കാറുള്ള ഓൾട്ടോ എന്നാണ്. ഇത് ഞാൻ ഒരു പണ്ട് ഇത് ഗെയിമിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഞാൻ മോഡിഫൈ ചെയ്ത രീതി. ഇത് 264 HP ഞാൻ ആക്കിയതാണ്. ടയർ സ്പോർട്ട് ടയറാണ് ഇട്ടിരിക്കുന്നത്. CD ആണെങ്കിൽ 2.09 ആൻഡ് ഡ്രൈവിംഗ് വീല് ഓൾ വീൽ. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ. ഞാൻ ബ്രേക്ക് 3000 ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് ടൈം, ഗിയർ ഷിഫ്റ്റിംഗ് ടൈം 1 സെക്കൻഡ്. ടർബോ യെസ്. മൈലേജ് 15.7 കിട്ടും. 15.7 കിട്ടും. പിന്നെ ടർബോ ഞാൻ വെച്ചതാട്ടോ. സ്പോർട്ട് ടയർ ഇതൊക്കെ ഞാൻ വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടോർക്കാണെങ്കിൽ 468 Nm കിട്ടും. പിന്നെ ടയർ സ്പോട്ട് CD അത് ബാക്കിയെല്ലാം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. നമുക്ക് അടുത്ത നെക്സ്റ്റ് കാറിലേക്ക് പോവാം. ഇത് ലെക്സസ് ആണ്. ലെക്സസിൻ്റെ ഒരു മോഡലായി. ഇതിൻ്റെ എല്ലാം പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇത് ഞാൻ ചുമ്മാ ഒന്ന് പണ്ട് എഴുതുന്ന മോഡിഫൈ ചെയ്താൽ. ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ട്യൂണൊക്കെ കഴിയുമ്പോൾ ട്യൂണെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആണെങ്കിൽ 400-203 HP. പിന്നെ ടോർക്ക് 630 Nm. ടയർ സ്പോട്ടാണ് ഈ ഇട്ടേക്കുന്നത്. CD 335 0. പിന്നെ ബ്രേക്ക് 3000 ഉണ്ട്. ഷിഫ്റ്റിംഗ് ടൈം 1 സെക്കൻഡ്. ടർബോ യെസ്. മൈലേജ് ഇതിൽ 7.2 കിട്ടുള്ളൂ. ഇത് മൈലേജ് കുറവ് കാരണം. നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് എന്നാ വേണ്ടിയിരുന്നു, എനിക്കറിയാം. ചുമ്മാ പോയപ്പോൾ മേടിച്ചാട്ടോ. വേൾഡ് സൈലിൽ നിന്ന് മേടിച്ച. ഇതും ഞാൻ ട്യൂൺ ചെയ്തിട്ടില്ല. ട്യൂൺ ചെയ്യാത്തതുകൊണ്ട് ഇതിൽ 423 HP. പിന്നെ ടോർക്ക് 640. ടയർ സ്പോട്ട് CD 35. ബ്രേക്ക് 3000. ഷിഫ്റ്റിംഗ് ടൈം 1 സെക്കൻഡ്. ടർബോ നോ. മൈലേജ് 13.9 കിലോമീറ്റർ കിട്ടും. ഇതിന് അത്യാവശ്യം കിട്ടും. പിന്നെ ഞാൻ ചെയ്തതാണ്, ചെയ്യാനില്ല. എനിക്ക് മേടിച്ചപ്പോഴേ ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കുള്ള ഒരു ഹോണ്ടയുടെ ഒരു സിവിക്കായിരുന്നെന്നാണ് തോന്നുന്നത്. എനിക്ക് എല്ലാത്തിനും പേരൊക്കെ ഞാൻ മറന്നു പോയിട്ടത്. ഞാൻ ചുമ്മാ പണ്ട് മോഡിഫൈ ചെയ്ത്. ഇതിൻ്റെയും ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു HP ട്യൂണൊക്കെ ഞാൻ മിക്ക വണ്ടി ട്യൂൺ ചെയ്തിട്ടാട്ടോ ഇരിക്കുന്നത്. കാരണം 471. ടോർക്ക് 617. പിന്നെ ബാക്കിയുള്ള CD 0.3 ആട്ടോ. ബ്രേക്ക് 3000. ഷിഫ്റ്റിംഗ് ടൈം 1 സെക്കൻഡ്. ടർബോ യെസ്. മൈലേജ് 5.7. 5 മൈലേജേ ഉള്ളു ഗൈസ്. 5. ഇനി നമുക്ക് പോവാണെങ്കിൽ സ്കൈലൈൻ അല്ല, GTRൻ്റെ പഴയ മോഡലാട്ടോ. GTRൻ്റെ ഏറ്റവും പഴയതാണ് ഇത്. വിത്ത് ആഡ് ടർബോ ആണോയെന്ന് ചോദിച്ചാൽ അതെ. 241 HP. ടോർക്ക് 404. ടയർ ഓഫ് റോഡാട്ടോ കിടക്കുന്നത്. CD 37. ബ്രേക്ക് 1500 കിട്ടും. ഷിഫ്റ്റിംഗ് ടൈം 7 സെക്കൻഡ്. ടർബോ യെസ്. 7 മൈലേജ് കിട്ടും കേട്ടോ. നമുക്ക് ഇത് പണ്ടത്തെ ഒരു ഇതാണ്. പിന്നെ ലാറ്റ. ഇത് എൻ്റെ നോക്കട്ടെ, അല്ല പ്രയോണ ലാന. ഇത് ഞാൻ പണ്ട് മേടിച്ചിട്ട് മോഡിഫൈ ചെയ്തതാണ്. ഇതൊക്കെ ഇവിടെ ചുമ്മാ കിടക്കും കേട്ടോ. നമുക്ക് അടുത്ത വരുന്ന വ്ളോഗിലൊക്കെ നമുക്ക് ഈ വണ്ടി എടുക്കാം.
പിന്നെ ഇത് ഞാൻ ചുമ്മാ ഡെയിലി ഇത് ലാറ്റാടെ തന്നെ ഒരു പഴയ വണ്ടിയാണ്. ഇത് സ്റ്റിൽ 1500 ടയർ ഓഫ് റോഡാണ് കിടക്കുന്നത്. CD 33 ബ്രേക്ക് ഇത് 15 സെക്കൻഡാണ്. തളവണ്ണു 0 മൈലേജ്. ഇത് കഴിച്ച് പെട്രോൾ ഇല്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ആയിരിക്കും. പിന്നെ വരുന്നത് വണ്ടിയാണ് വേവ് ഇതാണ്. ഇതും പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാട്ടോ, ഇനി 10 മിനിറ്റുള്ളിൽ. പിന്നെ ഇത് ഞാൻ പണ്ട് ചുമ്മാ ഡെലിവറി ബോയ് ഇത് ഇപ്പോൾ ഉള്ള എടുത്ത വണ്ടിയാണ്. ഇത് പണ്ട് ആരോ ഞാൻ ഇത് റോട്ടിൽ നിന്ന് മേടിച്ച അല്ല വേൾഡ് സൈലിൽ നിന്ന് മേടിച്ച. പിന്നെ ഞാൻ തന്നെ പണിഞ്ഞൊരു താറാട്ടോ. താറ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഈ താറ് എങ്ങനെയുണ്ട് കമൻറ്റ് MT ഇത് അലോയൊക്കെ മാറ്റിയിട്ട് അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഈ വണ്ടിയുടെ പേരാണ്, നല്ല രസമായിട്ട് കാണാൻ എനിക്കിഷ്ടമാണ്. പിന്നെ മിനി കൂപ്പർ, ഇത് ഓഫ് റോഡ് ടയർ. ഇത് തന്നെ മിക്കത് ഓഫ് റോഡ് ടയറുള്ളൂ. എനിക്കൊന്ന് ഞാൻ പണ്ട് മേടിച്ചപ്പോൾ ഞാൻ പൈസ ഒന്നും അത് ഇല്ലാത്തപ്പോൾ ഞാൻ 3000-ൻ്റെ ടയർ ഇട്ട. അത് 3800 ആണല്ലോ, ഐ മീൻ 3000-ൻ്റെ ഓഫ് റോഡ് ടയർ ആണല്ലോ. പിന്നെ ഇത് ടാക്സി പോലെ ഓടിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഫെറാറിയുടെ ഒരു പണ്ടത്തെ വണ്ടി കേട്ടോ, ഇത് നല്ല സോപ്പ്. ഇത് പിന്നെ ഇതൊരു ബെൻസിൻ്റെ പണ്ടത്തെ വണ്ടിയാണ്. അതെ. പിന്നെ ഇതിൽ നല്ല രസമാണ്. പിന്നെ ഇത് പണ്ടത്തെ ഒരു വാനാണ്, ഞാൻ സ്റ്റിൽ ഡെലിവറി ബോയ് ആയപ്പോൾ എടുത്താണ്. പിന്നെ ഇത് മസറാട്ടി എന്ന് പറഞ്ഞൊരു വണ്ടി. ഇത് റൂഫൊക്കെ തുറക്കാമെന്നാണ്. ഇത് പിന്നെ ഹമ്മർ, പണ്ടത്തെ ഹമ്മറാണ് എടുത്ത. ഇത് ഡോജിൻ്റെ ഒരു ഇതാട്ടോ, പണ്ടത്തെ വണ്ടിയാണ്. ഇത് ഞാൻ പണ്ടത്തെ വണ്ടികളാണ് ഫുള്ള് കിടക്കുന്നത്. ഇതിൽ മേബി ഞാനൊരു പാർട്ട് ഇടും കേട്ടോ, എനിക്ക് അത്ര ടൈമില്ല, 10 മിനിറ്റേ ഉള്ളൂ. അത് കാരണം 10 മിനിറ്റും കൊണ്ട് ഇതൊന്നും ആവത്തില്ല. മേബി പാർട്ട് 2 വരും. ഇതിലും സ്റ്റിൽ ഞാൻ പണ്ടത്തെ പോലെ ഇത് ഞാൻ ഇതിൽ മേടിച്ചത്, ഇത് അറിയാതെ ഞാൻ മേടിച്ചത്. ഞാൻ ആദ്യം ഓർത്ത് തന്നെ അറിയോ, ഈ വണ്ടി കണ്ടപ്പോൾ മറ്റേ പഴയ വേറൊരു മസ്റ്റാങ്കില്ലേ, അതേപോലെ എനിക്ക് പെട്ടെന്ന് ഇനി അറിയാതെ ഞാൻ മേടിച്ച ഇത്. പിന്നെ ഇത് പണ്ടത്തെ ഇതൊക്കെ ഏതോ ഒരു വണ്ടി, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഡോജാന്ന് തോന്നുന്നത്. പിന്നെ ഇത് വാന്, മറ്റേ ആടിൻ്റെ അകത്തുള്ള ടൈപ്പ്, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതൊരു നല്ല വണ്ടി കേട്ടോ, പിന്നെ ഡോജിൻ്റെ തന്നെ ഡോജിൻ്റെ ഒരു കമ്പനിയാണിത്. എൻ്റെ പേരെന്നാ ഞാൻ മറന്നു. ഇത് BMW. ഇത് ഞാൻ ഇത് ഞാൻ തന്നെ പണിഞ്ഞെടുത്ത് ഈ വൈറ്റ് ബോഡി കിറ്റും ഈ സ്പോയിലർ ഇതെല്ലാം കോയിന്. പിന്നെ ഞാൻ എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റ ID ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മേയർ അലക്സാണ്ടർ. എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടാണ് കേട്ടോ. പിന്നെ ഓൾഡ് ബെൻസ്, പിന്നെ പഴയ BMW ഉണ്ട്. ഇത് കൺവേർട്ടബിൾ ആട്ടോ. പിന്നെ ഇത് ഞാൻ തന്നെ മോഡിഫൈ ചെയ്ത രസമുണ്ടെന്ന് ചോദിച്ചാൽ വണ്ടി നല്ല അടിപൊളിയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ള ഇതാന്ന് തോന്നുന്നത്. നമുക്ക് ലെക്സസ്, ഇതൊരു LX 350 ടൈപ്പാണ്. ടിഞ്ചർ പോയി ഞാൻ ഫണ്ട് ചെയ്ത വണ്ടിയാണ് ഇത്. പിന്നെ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ ചുമ്മാ ഡ്രിഫ്റ്റിംഗ് കാറാക്കിയത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതിൽ മറ്റേ നമുക്ക് മാറ്റാൻ സ്റ്റാൻഡേർഡ് ഇങ്ങനെ സ്റ്റൈലൊക്കെ ആക്കി കസ്റ്റം ചെയ്ത് ഫുള്ള് റിപ്പറൈസിങ് ഒരു ടൈപ്പാണ്. ഇത് സ്റ്റിൽ ഞാൻ എൻജിൻ വെക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച്, എൻജിൻ വെച്ച് വെച്ചാൽ പവറെങ്കിലും കിട്ടും, ഒരു 500+ കിട്ടും. അപ്പോൾ ഇത്തിരി കൂടി ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തും കേട്ടോ, എനിക്ക് ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും